ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 9th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന സമവാക്യങ്ങളുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാർട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ദൂരവും സ്ഥാനാന്തരത്തിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ദൂരം എന്തായിരുന്നു, സ്ഥാനാന്തരം എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും കുറച്ച് പ്രോബ്ലംസ്, അതായത് കുറച്ച് ക്വസ്റ്റ്യനും ആൻസേഴ്സും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടി പി എന്ന സ്ഥാനത്ത് നിന്നും ക്യൂ വഴി സഞ്ചരിച്ച് രണ്ട് വ്യത്യസ്ത പാതകൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുണ്ട് അല്ലെ, ഒരു കുട്ടി പിന്ന് തുടങ്ങി ക്യൂ വഴി ആറിലെത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയോ പിയിൽ നിന്ന് തുടങ്ങി ക്യൂ വഴി സഞ്ചരിച്ചിട്ട് എസിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചിത്രങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ രണ്ട് ചിത്രങ്ങൾ നോക്കിയതിന് ശേഷം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രം 2.2a സഞ്ചരിച്ച് ദൂരം എത്ര, സ്ഥാനാന്തരം എത്ര? ഇവിടെ ദൂരം നമ്മൾ എങ്ങനെയാ കണക്കാക്കുക? ആകെ ഇവിടുന്ന് ഇപ്പൊ ഒരു കുട്ടി തുടങ്ങിയെന്ന് വിചാരിക്കും, സഞ്ചരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ കുറേ സ്ഥലത്ത് പോയി എവിടെയോ വെച്ച് വന്ന് നിർത്തി. അപ്പോൾ ദൂരം നമ്മൾ എങ്ങനെയാ കണക്കാക്കുക? തുടങ്ങിയത് മുതൽ ഇങ്ങനെ ഈ പാതകളൊക്കെ കൂട്ടി എവിടെയാണോ അവസാനിച്ചത് അത്രയും ദൂരം നമ്മൾ കൂട്ടും അല്ലെ, അതിനെ ദൂരം എന്ന് പറയും. സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എവിടെ നിന്നാണോ തുടങ്ങിയത് എവിടെയാണോ അവസാനിച്ചത് നോക്കുക അല്ലെ. ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും അല്ലെ, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ തുടങ്ങിയത് അവസാനം എത്തുന്നത് വരെ ഏതൊക്കെ വഴിയിലൂടെ പോയിട്ടുണ്ടോ ആ വഴികളുടെ ഒക്കെ ആകെ ദൂരമാണ് നമ്മളുടെ ദൂരം അല്ലെ. സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആദ്യ സ്ഥാനം അല്ലെ, എവിടെയാണോ തുടങ്ങിയത് എവിടെയാണോ അവസാനിച്ചത് എന്ന് നോക്കാം. എന്നിട്ട് അത് തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ ദൂരത്തെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ചിത്രത്തിൽ നോക്ക്. ആദ്യത്തെ ചിത്രത്തിൽ പിയിൽ തുടങ്ങി ക്യൂ വഴി ആറിലേക്കാണ് ആ കുട്ടി എത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയായിരിക്കും? പിയിൽ നിന്ന് ക്യൂ വരെ എത്ര ഉണ്ടാവും? 60 മീറ്റർ അല്ലെ. ക്യൂയിൽ നിന്ന് ആറിലേക്ക് എത്രയാണ്? 40 മീറ്റർ. അപ്പോൾ ആകെയുള്ള ദൂരം അല്ലെ, ആകെയുള്ള ദൂരം എത്രയായിരിക്കും? ഇവിടുന്ന് ഇവിടം വരെ 60 മീറ്റർ അല്ലെ. 60 മീറ്റർ പ്ലസ് ക്യൂവിൽ നിന്ന് ആറിലേക്ക് 40 മീറ്റർ അല്ലെ. അപ്പൊ 60 + 40 എത്രയാ? 100 മീറ്റർ അല്ലെ. 100 മീറ്റർ ആണ് ആ കുട്ടി സഞ്ചരിച്ചത്. ഇനി അടുത്തത് എന്താ? സ്ഥാനാന്തരം എത്ര? ഈ കുട്ടിയുടെ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. സ്ഥാനാന്തരം ഓക്കെ, സ്ഥാനാന്തരം എങ്ങനെയായിരിക്കും? പിയിൽ തുടങ്ങി ആറിൽ അവസാനിച്ചു അല്ലെ. അപ്പോൾ പിയിൽ തുടങ്ങി ആറിൽ അവസാനിച്ചു. ആദ്യ സ്ഥാനമാണിത്, അന്ത്യസ്ഥാനമാണിത്. അപ്പൊ ഇത് തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ ഏതാണ്? ഇതാണ് അല്ലെ. അതിന്റെ ദൂരം എത്രയാ? 80 മീറ്റർ അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? 80 മീറ്റർ. എവിടെ നിന്ന് എവിടത്തേക്ക്? പിയിൽ നിന്ന് ആറിലേക്ക് അല്ലെ. പി ടു ആർ അല്ലെ, പിയിൽ നിന്ന് ആറിലേക്ക്. ഇതും കൂടി എഴുതണം. കാരണം എന്താ? ദൂരം ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. സ്ഥാനം എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അദിശ അളവും സദിശ അളവും അല്ലെ. സദിശ അളവും അദിശ അളവും അല്ലെ. എന്താണ് സ്കെയിലാറും വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്കെയിലാറും വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അദിശ, ദിശ ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെയിലാർ അല്ലെ. ദിശ ഉള്ളതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോ ഡിസ്റ്റൻസ്, ദൂരത്തിന് എന്താണ്? ദിശ ഉണ്ടോ? ഇല്ല, ദൂരത്തിന് ദിശയില്ല. അതുകൊണ്ട് ദൂരം എന്താണ്? അദിശ അളവാണ് അല്ലെ. അദിശ അളവാണ്. മറ്റേ സ്ഥാനാന്തരം എന്താണ്? ദിശ ഉണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? സദിശ അളവും ആണ്. സദിശ അളവുമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ദൂരം എന്താ, സ്ഥാനാന്തരം എന്താ, അദിശ അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സദിശ അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ദൂരവും സ്ഥാനാന്തരവും കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദൂരം എത്ര, സ്ഥാനാന്തരം എത്ര?
പിയിൽ നിന്ന് എസ്സിലേക്കാണ് ആ കുട്ടി എത്തിയിട്ടുള്ളത് അല്ലെ, പിയിൽ നിന്ന് എസ്സിലേക്ക്. അപ്പൊ എന്താ, ആകെ ദൂരം എത്രയാണുള്ളത്, 60 + 40 അല്ലെ, 60 + 40. ആകെ ദൂരം എത്രയായിരിക്കും ഉണ്ടാവുക, ദൂരം = 60 + 40 എത്രയാണ്, 100 മീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ആ കുട്ടിയുടെ സ്ഥാനാന്തരം എത്രയാണെന്ന്, പി ആണ് ആദ്യ സ്ഥാനം അല്ലെ, എസ് ആണ് അന്ത്യസ്ഥാനം അല്ലെ, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരം അല്ലെ. അപ്പൊ നേർരേഖാ ദൂരം എത്ര ഇവിടെ വന്നിട്ടുള്ളത്, 60 + 40 തന്നെയാണ് അല്ലെ, 60 + 40 തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്, നേർരേഖാ ദൂരവും വന്നിട്ടുള്ളത്. അതും എത്രയാണ്, 100 മീറ്റർ. അതിന്റെ ദിശ എങ്ങനെ ഇങ്ങോട്ടാണ്, പിയിൽ നിന്ന് എസ്സിലേക്ക് അല്ലെ, പിയിൽ നിന്ന് എസ്സിലേക്ക്. അതുകൂടി നമ്മൾ രേഖപ്പെടുത്തണം. കാരണം എന്താ, സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്, അതുകൊണ്ട് ദിശ കൂടി നമ്മൾ രേഖപ്പെടുത്തണം. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് ദൂരവും സ്ഥാനാന്തരവും എത്ര തന്നെയാ കിട്ടിയിട്ടുള്ളത്, ഒരേപോലെയാണ് അല്ലെ കിട്ടിയിട്ടുള്ളത്. ദൂരം 100 മീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്, സ്ഥാനാന്തരം എത്ര തന്നെയാ കിട്ടിയിട്ടുള്ളത്, 100 മീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഒരു വസ്തുവിന്റെ ദൂരവും സ്ഥാനാന്തരവും എപ്പോഴാണ് തുല്യമാവുന്നത്, അത് എപ്പോഴാ തുല്യമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു നേർരേഖാ പാതയിലൂടെ, എന്താണ്, ഒരു വസ്തു നേർരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത് അല്ലെ. ഈ വസ്തു സഞ്ചരിക്കുന്നത് എങ്ങോട്ടേക്കാ, ഇങ്ങോട്ടേക്കാണ്. ഇതിന്റെ സ്ഥാനാന്തരം എങ്ങനെയാ, ഇങ്ങോട്ടേക്കാണ് അല്ലെ. രണ്ടും ഒരേ ദിശയിൽ അല്ലെ, ഒരേ ദിശയിൽ നേർരേഖ അല്ലെ, നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെ, നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും മൂല്യം എന്താവുന്നത്, തുല്യമാവുന്നത്. മൂല്യം തുല്യമാവുന്നത് എപ്പോഴാ, ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും മൂല്യം തുല്യമാവുക എപ്പോഴാ, ഒരു വസ്തു നേർരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെ, ഒരു വസ്തു നേർരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് ദൂരത്തിന്റെയും പിന്നെ സ്ഥാനാന്തരത്തിന്റെയും മൂല്യം തുല്യമാവുന്നത്. ഇവിടെ എന്തുകൊണ്ടാ തുല്യമാവാത്തത്, കാരണം വസ്തു സഞ്ചരിച്ചത് നേർരേഖയിലാണോ, അല്ല, വസ്തു സഞ്ചരിച്ചത് നേർരേഖയിലല്ല. ഇവിടെ നിന്ന് ഇവിടം വരെ എത്തി, എന്നിട്ട് ഇവിടുന്ന് പിന്നെയും ഇങ്ങോട്ടേക്ക് വന്ന്. ഈ വസ്തു പിയിൽ നിന്ന് 6 വരെയാ പോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ദൂരം എത്രയാ, 80 മീറ്റർ ആയിരിക്കും. അപ്പോൾ സ്ഥാനാന്തരം എത്ര തന്നെയാ, 80 മീറ്റർ ആയിരിക്കും. അപ്പൊ ദൂരവും സ്ഥാനാന്തരവും തുല്യമാവണമെങ്കിൽ എന്താവണം, ആ വസ്തു നേർരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ദൂരവും സ്ഥാനാന്തരവും തുല്യമാവുന്നത് അല്ലെ, അതിന്റെ മൂല്യം തുല്യമാവുന്നത് ആ സമയത്താണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട ദൂരം, സ്ഥാനാന്തരം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പട്ടിക 2.2 രേഖപ്പെടുത്തും. നമ്മളുടെ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം. ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ, സഞ്ചരിച്ച പാതയുടെ ആകെ നീളം അല്ലെ, സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയാം. സ്ഥാനാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും അല്ലെ. ഇപ്പൊ കുറെ ഇങ്ങനെ പോയിട്ടാണ് ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. അപ്പോ ആ ദൂരം എത്രയാ, ഇവിടുന്ന് തുടങ്ങി ഈ ഒരു പാതയൊക്കെ വന്നിട്ട് ഇവിടെ എത്തുന്ന അല്ലെ, അത്രയും ഉള്ളതാണ് ദൂരം. പക്ഷെങ്കിൽ സ്ഥാനാന്തരം എന്താ, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖ അല്ലെ, ഏറ്റവും ചെറിയ നേർരേഖ, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, സ്ഥാനാന്തരം അല്ലെ. എന്താണ്, ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള ഏറ്റവും ചെറിയ നേർരേഖാ ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ഥാനാന്തരം 0 ആകും. അതായത് ഇവിടുന്ന് ഒരു കുട്ടി തുടങ്ങി ഇവിടത്തേക്ക് വന്നു എന്ന് വിചാരിക്കുക. ആ കുട്ടി ഇങ്ങനെ ഇവിടത്തേക്ക് വന്ന്, എന്നിട്ട് ഈ കുട്ടി ഇവിടുന്ന് പിന്നെയും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ പോയി എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ആ കുട്ടീന്റെ സ്ഥാനാന്തരം എന്തായിരിക്കും, കാരണം തുടങ്ങുന്നതും ഇവിടെ തന്നെ അവസാനിക്കുന്നതും ഒരേ പോയിന്റിൽ തന്നെയാണ് അല്ലെ, തുടങ്ങുന്നതും ഒരേ പോയിന്റിൽ അവസാനിക്കുന്നതും ഒരേ പോയിന്റിൽ. അപ്പൊ ആ കുട്ടീന്റെ സ്ഥാനാന്തരം എന്തായിരിക്കും, 0 ആയിപ്പോവും അല്ലെ, 0 ആവും. പക്ഷെ ദൂരമോ, ഈ കുട്ടി ഇവിടുന്ന് വരെ വരാൻ 50 മീറ്റർ ആണെന്ന് വിചാരിക്കും, തിരിച്ച് ഇങ്ങോട്ടേക്ക് പോവാനും 50 മീറ്റർ. അപ്പൊ ടോട്ടൽ ദൂരം എത്ര, 100 മീറ്റർ. ദൂരം 0 ആവുന്നുണ്ടോ, ഇല്ല, ദൂരം
പൂജ്യം ആവില്ല അല്ലെ, ആവില്ല, പൂജ്യം ആവില്ല. പക്ഷെ സ്ഥാനാന്തരം പൂജ്യവും ആവും. പിന്നെ എന്താ, ദൂരം അദിശമാണ് അല്ലെ, ദൂരം എന്താണ്, അദിശ അളവാണ്. സ്ഥാനാന്തരം എന്താണ്, സദിശമാണ് അല്ലെ, സദിശം ആണ്. ദൂരം എന്താണ്, അദിശമാണ്. സ്ഥാനാന്തരം എന്താണ്, സദിശം ആണ്. അപ്പൊ ഇത്രയാണ് എന്ത്, ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം. കറക്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്കൂളിലെ ക്ലാസ് റൂമുകളും മറ്റു ചില ഭാഗങ്ങളുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്കൂളിലെ ക്ലാസ് റൂം ഉണ്ട്, അതാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്റർവെൽ സമയത്ത് 9B ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടി സ്റ്റാഫ് റൂമിൽ പോയ ശേഷം സ്കൂൾ ഗാർഡനിലെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ സമീപവും തുടർന്ന് സ്കൂൾ ഓഫീസ് വഴി തിരികെ ക്ലാസ്സിലും എത്തി. എങ്കിൽ കുട്ടിയുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട പട്ടിക 2.3 പൂർത്തിയാക്കുക. അതായത് ആദ്യം ഒരു കുട്ടി ഇവിടുന്ന് 9B ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് പോയി. ആദ്യം 9B ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂമിലേക്ക് പോയി. എന്നിട്ടോ ഈ സ്റ്റാഫ് റൂമിൽ നിന്ന് ഈ ഒരു വഴിയിലൂടെ നടന്ന് ഈ ഗാന്ധിജീന്റെ സ്റ്റാച്യു, പ്രതിമേന്റെ മുന്നിലേക്ക് വന്ന് നിന്ന്. എന്നിട്ട് ഇവിടുന്ന് പിന്നെ ആ കുട്ടി എന്ത് ചെയ്ത്, ഈ വഴി ഇങ്ങനെ നടന്ന് പോയി ഓഫീസിന്റെ മുന്നിലേക്ക് എത്തി. എന്നിട്ട് എന്താ, ഓഫീസിൽ നിന്ന് ഈ ഒരു വഴി നേരെ ക്ലാസ്സിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതായത് 9Bയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റിയിട്ട് എന്ത് പോയി, ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 9B ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ എത്തുമ്പോൾ ഉള്ള ദൂരവും സ്ഥാനാന്തരവും അല്ലെ. 9B ക്ലാസ്സിൽ നിന്ന് അല്ലെ, 9B ക്ലാസ് ഏതാ, ഇത് അല്ലെ, 9B ക്ലാസ് ഇതാണ്. ഈ ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂം അല്ലെ, സ്റ്റാഫ് റൂം ഇവിടെയാണ് എത്തുന്നത് അല്ലെ, ഇവിടെയാണ് എത്തുന്നത്. അപ്പോൾ അവിടം വരെയുള്ള ദൂരം എത്രയാണ്, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്ര, 15 മീറ്റർ അല്ലെ. ഇപ്പൊ എത്രയാണ് ദൂരം എത്രയാണ് വന്നിട്ടുള്ളത്, 15 മീറ്റർ ആണ്. സ്ഥാനാന്തരം എത്രയായിരിക്കും വന്നിട്ടുള്ളത്, അതും എന്താ, ഇവിടുന്ന് തുടങ്ങി അവിടെ അവസാനിച്ചു അല്ലെ, ഇവിടുന്ന് തുടങ്ങി അവിടെ അവസാനിച്ച്. അപ്പൊ അവിടുന്ന് ഇവിടെ ഇതും അതും ഉള്ള ഏറ്റവും ചെറിയ നേർരേഖ ഏതാ, ഇത് തന്നെയാണ് അല്ലെ. അപ്പൊ എത്ര വരെ സ്ഥാനാന്തരം, 15 മീറ്റർ അല്ലെ, 15 മീറ്റർ. ദിശ എന്താ, ഇങ്ങോട്ടേക്കാണ് അല്ലെ. നമ്മൾ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഒക്കെ പഠിച്ചിട്ടില്ലേ, വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് പഠിച്ചതല്ലേ. വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ കുട്ടിയുടെ സ്ഥാനാന്തരത്തിന്റെ ദിശ ഏതായിരിക്കും, ഇങ്ങോട്ടേക്കല്ലേ ആ കുട്ടി പോകുന്നത്, ഇങ്ങോട്ടേക്കാണ് ആ കുട്ടി പോകുന്നത്. അപ്പൊ ദിശ എങ്ങോട്ടേക്കാണ്, കിഴക്ക് അല്ലെ, എങ്ങോട്ടേക്കാണ്, കിഴക്കിലേക്കാണ് ആ കുട്ടി നീങ്ങിട്ട് പോകുന്നത്, കിഴക്ക്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 9B ക്ലാസ്സിൽ നിന്നും സ്റ്റാഫ് റൂം വഴി രാഷ്ട്രപിതാവിന്റെ പ്രതിമയുടെ അരികിലെത്തുമ്പോൾ എന്താണ്, ഈ ഒരു 9B ക്ലാസ്സിലെ ഈ ഒരു 9B ക്ലാസ് ഇവിടെ തുടങ്ങിയിട്ട് ആ കുട്ടി എവിടത്തേക്കാ വരുന്നത്, ആ മഹാത്മാഗാന്ധിജിന്റെ പ്രതിമക്കരികിലാണ് വരുന്നത് അല്ലെ. ഇവിടെ തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ചുറ്റി ഇവിടേക്ക് വരുന്നുണ്ട് അല്ലെ, ഇങ്ങനെ ചുറ്റി വരുന്നുണ്ട്. അപ്പൊ ആകെയുള്ള ദൂരം എത്രയായിരിക്കും, ദൂരം എത്രയായിരിക്കും, ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്, 15 അല്ലെ, 15 മീറ്റർ പ്ലസ് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ദൂരമുള്ളത്, 70 മീറ്റർ അല്ലെ, 70 മീറ്റർ. അപ്പം 15 പ്ലസ് 70 എത്രയാണ്, 85 മീറ്റർ അല്ലെ, 85 മീറ്റർ. സ്ഥാനാന്തരം എത്രയായിരിക്കും, സ്ഥാനാന്തരം ഇവിടുന്ന് തുടങ്ങി ഇവിടെയാണ് എത്തിയിട്ടുള്ളത് അല്ലെ, ഇവിടുന്ന് തുടങ്ങി ഇവിടെയാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ കുട്ടിയുടെ സ്ഥാനാന്തരം എത്രയായിരിക്കും, സ്ഥാനാന്തരം ഇതും തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരം ഏതാണ്, 60 മീറ്റർ ആണ് അല്ലെ. സ്ഥാനാന്തരം അപ്പൊ എത്രയായിരിക്കും, 60 മീറ്റർ. എങ്ങോട്ടേക്ക്, തെക്ക് അല്ലെ, ഏതാണ്, തെക്ക് നിന്ന് വടക്കേക്കാണ് അല്ലെ പോകുന്നത്, ഇവിടെ നിന്ന് ഇവിടത്തേക്ക്. അപ്പോ തെക്ക് അല്ലെ, തെക്ക് വശത്തേക്ക്. ഇനി ആ കുട്ടി പോകുന്നത് 9Bയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ പോയി ആ വഴി ഇങ്ങനെ ഈ വഴി വന്ന് ഗാന്ധിജിന്റെ പ്രതിമയിലേക്ക് എത്തി. എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ ഈ വഴി പോയി ഓഫീസിന്റെ മുന്നിലെത്തി നേരെ വന്ന് സെയിം ക്ലാസ്സിലേക്ക് തന്നെ എത്തി.
ഒരു റൗണ്ട് അടിച്ചിങ്ങ് പോകുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സഞ്ചരിച്ച ആകെ ദൂരം എത്രയായിരിക്കും? ഇവിടുന്ന് ഇവിടം വരെ 15 അല്ലേ? 15 മീറ്റർ പ്ലസ് പിന്നെയോ സ്റ്റാഫ് റൂം തൊട്ട് ഇവിടം വരെ എത്രയാണ്? 70 മീറ്റർ അല്ലെ? 70 മീറ്റർ. പിന്നെയോ ഇവിടുന്ന് ഇവിടം വരെ എത്രയാ? 80 മീറ്റർ അല്ലെ? 80 മീറ്റർ പ്ലസ് ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാ? 15 മീറ്റർ. അപ്പോൾ 15 പ്ലസ് 15 30, 30 പ്ലസ് 70 100, 100 പ്ലസ് 80 180 മീറ്റർ ദൂരം ആ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട് അല്ലെ? ആ കുട്ടീന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ആ കുട്ടിയുടെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ഇവിടുന്ന് തുടങ്ങി ഇവിടെ തന്നെ അവസാനിച്ചു അല്ലെ? ആ കുട്ടി ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ചുറ്റി ഇവിടെ തന്നെയാ വന്നത് അല്ലെ? ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും എന്താ? തുല്യമാണല്ലോ. അപ്പൊ എന്തായിരിക്കും സ്ഥാനാന്തരം വരിക? 0 അല്ലെ? എന്താണ്? 0. 0 ആ കുട്ടിയുടെ സ്ഥാനാന്തരം വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാനായിട്ടുള്ളത്. ഇതുവരെ എടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താം. അപ്പം എന്താ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.